നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താന്നൂരിൽ കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഇത്തവണ കൈത്താങ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനൊരുങ്ങി ടാസ്. മസ്താൻ സലം മുതുവാട്ടിലിന്റെ കുഞ്ഞിക്കിളികൾ പുറത്തിറങ്ങി. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും കണ്ടെത്തി. അടുത്ത അധ്യയന വർഷത്തിൽ 10 ക്ലാസ് മുറികളിലായി പഠനം ആരംഭിക്കാൻ കഴിയുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര സ്കാർഫ് ദിനം ആചരിച്ചു. വിശദമായ വാർത്തകൾ. താന്നൂരിൽ കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. താന്നൂർ ഹാർബറിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ ദൂരത്ത് നിന്നാണ് മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസത്തോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ്. തിങ്കളാഴ്ച രാവിലെയോടെ താന്നൂർ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനം നടത്തിയിരുന്ന തൊഴിലാളികൾ 16 നോട്ടിക്കൽ മൈൽ ദൂരത്ത് നിന്നാണ് മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടത്. താന്നൂർ ഹാർബർ ഫിഷറീസ് ബോട്ടിന്റെ സഹായത്തോടെയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. തുടർന്ന് മൃതദേഹം തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 3 ദിവസത്തോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ്. വെട്ടം ന്യൂസ്, താന്നൂർ. തിരൂർ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കൈത്താങ് ആദരവും കലാസാംസ്കാരിക പരിപാടികളും വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ആദ്യവാരത്തിലേക്ക് മാറ്റിവെച്ചതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാസം തോറും കൈത്താങ്ങും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ് തിരൂർ ആർട്സ് സൊസൈറ്റി. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ആദ്യവാരത്തിലേക്ക് മാറ്റിവെച്ചതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാസം തോറും കൈത്താങ്ങും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ് തിരൂർ ആർട്സ് സൊസൈറ്റി. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ആദ്യവാരത്തിലേക്ക് മാറ്റിവെച്ചതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ടെത്തിയിരുന്ന നമ്മൾ നീക്കി വെച്ചിരുന്ന ഫണ്ടുകളൊക്കെ തന്നെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വയനാടിനൊരു കൈത്താങ്ങാക്കി മാറ്റാൻ നമ്മൾ ഈ മാസത്തെ കൈത്താങ്ങിന്റെ ഫണ്ട് മുതൽ നമ്മളുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തികം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ കിട്ടാവുന്ന ഫണ്ടുകൾ നമ്മളുടെ ഗ്രൂപ്പിലൂടെ നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്തൊന്നും കളക്ട് ചെയ്തിട്ട് ഒരു വലിയ സംഖ്യയാക്കിയിട്ട് അത് വയനാടിന് കൈമാറാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അതുകൂടെ അറിയിക്കുകയാണ്. സെക്രട്ടറി സൂരജ് ബാസുര, വൈസ് പ്രസിഡന്റ് സത്യാനന്ദൻ, വി വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ EK, ഗജാഞ്ചി രമേശ് C, സെൽടി തിരൂർ, ജോയിന്റ് സെക്രട്ടറി ജയരാജ് K, അശോകൻ വയ്യാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. മലയാള ഭാഷയും വസന്ത പൗർണമിയും നാട്ടുപെണ്ണും ആവണിത്തനലുമൊക്കെയായി തൂവക്കാട് കന്മനം സ്വദേശിയായ മസ്താൻ സലം മുതുവാട്ടിൽ തന്റെ തൂലികയിൽ വിരിയിച്ച കുഞ്ഞിക്കിളികൾ എന്ന ബാലസാഹിത്യ കൃതികൾ പ്രകാശനം ചെയ്തു. തിരൂർ സംഘം ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അധ്യാപകനും പ്രഭാഷകനുമായ TT വാസുദേവൻ, കന്മനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK അബ്ദുൽ ഹമീദ് മാസ്റ്റർക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം ചെയ്തത്.
കവിതകളുടെ രസനീയത നിലനിർത്തി താളാത്മക ഗാനങ്ങൾക്ക് തന്റെ തൂലികയിലൂടെ നിറം പകരുകയാണ് മസ്താൻ സലാം മുതുവാട്ടിൽ. മലയാള ഭാഷയും വസന്ത പൗർണമിയും നാട്ടുപെണ്ണും ആവണിത്തെന്നലും തുടങ്ങി തനിക്ക് ചുറ്റും കാണുന്ന എന്തിനേയും കവിതകളാക്കിയിരിക്കുകയാണ് കവി. 16-24 വരികളിൽ എഴുതുന്ന രചനകളാണ് പലതും. പുറമെ നിന്ന് അവതരിച്ച ഒന്നല്ല, ഇവിടെയുള്ള ആൾക്കാരുടെ, ഇവിടെ ജനിച്ചു വളർന്നവരുടെ, അവരെ കണ്ടെത്തുകയും അവരെ വളർത്തുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുക, ഈ നാടിന്റെ കലയും സംസ്കാരവും വളർത്തുക, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ അംഗീകരിക്കുക, ഇവയൊക്കെ തന്നെ ഇതിന്റെ ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ തിരൂർ ആർട്ട് സൊസൈറ്റി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രതിമാസം നടത്തുന്ന നാടകം, അതേപോലെയുള്ള മറ്റു കലാപ്രവർത്തനങ്ങൾ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകൾ, ആദരവുകൾ, അതേപോലെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ തന്നെ ഒരു കലാസമിതി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ അടയാളമാണ്. അദ്ദേഹത്തെ ഈ കുഞ്ഞുകിളികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വളരെ സ്നേഹപൂർവ്വം തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഈ ഒരു സംഘടനയിൽ എത്തുകയാണ് അറിയാൻ. നൃത്തത്തിന്റെ പുസ്തകം അത്രയും മഹത്തരമായിട്ടുള്ള 108 ബാലസാഹിത്യ കൃതികളടങ്ങിയ പുസ്തക സമാഹാരമാണ് കുഞ്ഞിക്കിളികൾ. തിരൂർ ആർട്ട് സൊസൈറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അധ്യാപകനും പ്രഭാഷകനുമായ ടി വാസുദേവൻ കന്മനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK അബ്ദുൾ ഹമീദ് മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു. കബീർ റിഫാഹി അടിപ്പാട്ട് പുസ്തകം പരിചയപ്പെടുത്തി. വെട്ടം ന്യൂസ്, തിരൂർ. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും കൂടി കണ്ടെടുത്തു. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 75-ഉം ശരീരഭാഗങ്ങൾ 142-ഉമായി. ഇതുവരെ 212 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 203 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും 3 എണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. ദുരന്തത്തിന് ഒരാഴ്ച പിന്നിടുമ്പോൾ ചാലിയാറിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ 6ാം ദിവസവും തുടർന്നു. ചാലിയാർ പുഴയോട് ചേർന്ന വനമേഖലയിലാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. വനം വകുപ്പും സംയുക്ത സംഘവും തിരച്ചിലിൽ പങ്കാളിയാകുന്നുണ്ട്. പോത്തുകല്ല് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല ഭാഗത്തേക്ക് കഴിയാവുന്ന ദൂരം തിരച്ചിൽ നടത്തുന്നുണ്ട്. മുണ്ടേരി ഫാമിൽ നിന്ന് നിശ്ചിത ടീമുകളായി ഇരുട്ടുകുത്തി കടവ് മുതൽ മുകളിലേക്കാണ് തിരച്ചിൽ നടത്തിയത്. ചാലിയാറിന്റെ മറ്റു ഭാഗങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ തുടരുകയാണ്. വെട്ടം ന്യൂസ്, മലപ്പുറം. അടുത്ത അധ്യയന വർഷത്തിൽ 10 ക്ലാസ് മുറികളിലായി പഠനം ആരംഭിക്കാൻ കഴിയുമെന്നും അതിന് കഴിയുന്ന തരത്തിലാണ് താനൂർ ഗവൺമെന്റ് കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി പദ്ധതി പ്രദേശം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. 26.28 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ലൈബ്രറി ബ്ലോക്കും എഡ്യൂക്കേഷൻ കോംപ്ലക്സ് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചു. സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായ തുക കായിക വകുപ്പ് അനുവദിച്ചു. ഭൂമി ഏറ്റെടുക്കലടക്കം ഉയർന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് കോളേജ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. സ്ഥലം ഏറ്റെടുക്കാനുള്ള 6.9 കോടി ഉൾപ്പെടെയുള്ള 26.28 ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കോളേജിന് പുതിയ കെട്ടിടമുയരുക. 5.4 ഏക്കർ ഭൂമിയിൽ വിശദമായ മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. തീരദേശ വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.5 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള ചുറ്റുമതിൽ, ഗേറ്റ്, കുളം നവീകരണം തുടങ്ങിയ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. നിർമ്മാണം വേഗത്തിലാക്കുമെന്നും അടുത്ത അധ്യയന വർഷം മുതൽ 10 ക്ലാസ് മുറികളിലായി പഠനം ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലാണ് പ്രവൃത്തികൾ നടക്കുന്നതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഗവൺമെൻറ് കോളേജിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. കെട്ടിട നിർമ്മാണം നമുക്ക് ആദ്യ കെട്ടിടങ്ങൾ അടുത്ത അധ്യയന വർഷത്തിൽ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനോട് ചേർന്ന് തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് തയ്യാറാക്കുന്ന നടപടികൾ ഇപ്പോൾ സ്വീകരിക്കാൻ പോവുകയാണ്. മറ്റൊന്ന്, ഒരു ഓപ്പൺ തിയേറ്റർ കോളേജിന് യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഓപ്പൺ തിയേറ്ററും ഇതോട് അനുബന്ധിച്ച് ഒരുക്കാനാണ് നടപടികളാണ്. ആ നടപടികൾ ഇപ്പോൾ നമ്മൾ വളരെ വേഗം പൂർത്തീകരിക്കും. നമ്മുടെ കോളേജ് കെട്ടിടം പൂർത്തിയാകുന്നതോട് കൂടി ഇതുകൂടി പൂർത്തീകരിച്ചാൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഒരുക്കാൻ കഴിയും. ഇപ്പോൾ ഗവൺമെൻറ് പ്ലാൻ ഫണ്ടിൽ നിന്നും ചുറ്റുമതിൽ നിർമ്മാണത്തിന് 2 കോടിയും പുതിയ ലൈബ്രറി കെട്ടിടം നിർമ്മിക്കുന്നതിന് 8.25 കോടിയും അനുവദിച്ചു. അങ്ങനെ 10.25 കോടി രൂപ അഡീഷണൽ ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞിട്ട്
അതെല്ലാം ചേരുമ്പോൾ മൊത്തം നമ്മൾ ആദ്യം കണക്കാക്കിയത് 36 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ്. അതിലിപ്പോൾ 34 കോടി രൂപയും വർക്കുകൾ ഇതോടുകൂടി നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈബ്രറി ബ്ലോക്കും എഡ്യൂക്കേഷൻ കോംപ്ലക്സും നിർമ്മിക്കാൻ 8.8 കോടി രൂപ അനുവദിച്ചു. സ്റ്റേഡിയത്തിന് ആവശ്യമായ തുക അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ക്യാമ്പസ് ഒരുക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ആദ്യത്തെ ഗ്രീൻ പ്രോട്ടോകോൾ ക്യാമ്പസാവും താനൂർ ഗവൺമെന്റ് കോളേജെന്നും മന്ത്രി പറഞ്ഞു. വെട്ട ന്യൂസ്, താനൂർ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കുറ്റിപ്പുറം ഉപജില്ല റോവർ ആൻഡ് റേഞ്ചർ അന്താരാഷ്ട്ര സ്കാഫ് ദിനം ആചരിച്ചു. ആദ്യ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിന്റെ ഓർമ്മകൾ പങ്കുവച്ചാണ് സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ളവർ വിവിധ വർണ്ണങ്ങളിലുള്ള സ്കാർഫുകൾ ധരിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഭാഗമായത്. ലോകത്തെ ഏറ്റവും വലിയ യൂണിഫോം പ്രസ്ഥാനമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാവും എന്ന സന്ദേശമാണ് സ്കൗട്ട് പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്ഥാപകൻ ബേഡൽ പവൽ ബ്രാൻസി ദ്വീപിൽ വെച്ച് നടത്തിയ ആദ്യ സ്കൗട്ട് ക്യാമ്പിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചടങ്ങാണിത്. സ്കാഫ് ഡേ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തിരൂർ ജില്ലാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ TV റംഷീദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്കൗട്ടുകൾ മറ്റു കുട്ടികളെയും രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും സ്കാഫ് അണിയിച്ചു. റോവർമേറ്റ് P മാഹിദ് സ്കാഫ് ദിനാചരണ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അംഗങ്ങളായ EK അജയ്, TM ആനന്ദ്കുമാർ, P റിഫ, M സൈദ, ഷഹ്സിദ, K ഷഹല ഷെറിൻ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ്, തിരുനാവായ. പ്രൈം ടൈം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.